നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളിയെ ഇളക്കിമറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്തമായി മാറിയ നാടാണ് നമ്മുടേതെന്ന് മുഖ്യമന്ത്രി. ഡോക്ടർ എൻ ജയരാജിനെയും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥന. ചാണ്ടി ഉമ്മന്റെ പാമ്പാടി മണ്ഡലത്തിലെ പര്യടനം നടന്നു. പര്യടനം തുടങ്ങിയത് ഉമ്മൻചാണ്ടി പര്യടനം തുടങ്ങിയിരുന്ന പത്താഴക്കുഴിയിൽ നിന്ന്. കുശലം പറഞ്ഞ നാട്ടുകാരനായി ചാണ്ടി ഉമ്മൻ. കോട്ടയത്ത് പ്രചരണ രംഗം ചൂടുപിടിച്ചു. 3 മുന്നണി സ്ഥാനാർത്ഥികളും തിരക്കിട്ട പ്രചരണത്തിൽ. പാവങ്ങളുടെ ആവശ്യങ്ങൾ പുച്ഛിച്ച സർക്കാരാണ് കേരളം ഭരിച്ചതെന്ന് ആന്റണി MP. കാപ്പ കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിക്കുന്ന നാടായി കേരളം മാറി. വാർത്തകൾ വിശദമായി. അതിദാരിദ്ര്യമുക്തമായി മാറിയ നാടാണ് നമ്മുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ എൻ ജയരാജിന്റെയും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കാഞ്ഞിരപ്പള്ളിയെ ഇളക്കിമറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ എൻ ജയരാജിന്റെയും പൂഞ്ഞാർ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെയും തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയത്. വേദിയിലെത്തിയ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥികൾ പൂച്ചെണ്ട് നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. അതിദാരിദ്ര്യമുക്തമായി മാറിയ നാടാണ് നമ്മുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവിധ മേഖലകളിൽ നാട് പുരോഗതി നേടി. LDF നടപ്പാക്കിയത് കോൺഗ്രസ് BJP നയമല്ലെന്നും ബദൽ നയമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് LDFനെ നാടിനെ ജനങ്ങൾ ആഗ്രഹിക്കും വിധം വികസനത്തിലേക്ക് നയിക്കാനായത്? LDF നടപ്പാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് അതേ നയമല്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും അതേ നയമല്ല, ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമല്ല. പകരം ബദൽ നയമാണ്. ആ നയം മനുഷ്യപക്ഷത്താണ്. ആ നയം പാവപ്പെട്ടവരോടൊപ്പമാണ്. എല്ലാറ്റിനും കോർപ്പറേറ്റുകളെ പിന്താങ്ങുന്ന കോൺഗ്രസ് BJP നയമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില ഭദ്രമാക്കി. വർഗീയ കലാപങ്ങളോ വർഗീയ സംഘർഷങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ കേരളം കഴിഞ്ഞ 10 വർഷം ക്രമസമാധാന നില ഭദ്രമായ നാട്, ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. ഇത്രമാത്രം സ്വച്ഛമായ സ്ഥലം ജീവിക്കാൻ വേറെ എവിടെയുണ്ട്? വർഗീയ സംഘർഷമില്ല, വർഗീയ കലാപമില്ല. ഇത് സ്വയംഭൂവാണോ? കേരളം എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നോ? കേരളത്തിൽ വർഗീയ ശക്തികളൊന്നുമില്ലേ? എന്തുകൊണ്ടാണ് വർഗീയ സംഘർഷങ്ങളും വർഗീയ കലാപവും ഇല്ലാത്തൊരു നാടായിട്ട് മാറിയത്? അവിടെയാണ് LDFന്റെ പ്രസക്തി വരുന്നത്. കേരളം തളരട്ടെ എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മനോഭാവം. ജനസംഖ്യാനുപാതികമായി കേരളത്തിന് സഹായം ലഭിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. നേതാക്കളായ KJ തോമസ്, TR രഘുനാഥൻ, CK ശശിധരൻ, മോഹൻ ചേന്നംകുളം, K രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കഴിഞ്ഞ 10 വർഷമായി കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാഞ്ഞിരപ്പള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാരിന്റെ ഭരണത്തിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDFന്റെ പ്രചരണ യോഗത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തോട് നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളം രാജ്യത്തിന് മുന്നിലല്ല, ലോകത്തിന് മുന്നിൽ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് ജനപക്ഷത്ത് നിന്നുള്ള ഉറച്ച ബദൽ വികസനമാണ്. എല്ലാവർക്കും അറിയാം, കേന്ദ്ര സർക്കാർ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. അതോടൊപ്പം കേരളത്തിനോടൊപ്പം നിൽക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷം തീർത്തും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. വസ്തുതകൾ മറച്ചുവെച്ച് സർക്കാരിനെ വിമർശിക്കുന്ന രീതിയാണ് പ്രതിപക്ഷത്തിൻ്റേത്. നുണകളെ ആശ്രയിച്ചാണ് പ്രതിപക്ഷം കഴിയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയൊരു ചർച്ച നടത്തി ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ
ഒരു കുറ്റപത്രം അവതരിപ്പിക്കുന്ന രീതിയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. അവിശ്വാസം പാസ്സാകുന്നതുകൊണ്ടല്ല, പക്ഷേ കുറ്റപത്രം ഗവൺമെൻറ്റിനെതിരെ അവതരിപ്പിക്കാൻ അവസരം കിട്ടും. ഇങ്ങനെ ഏതെങ്കിലും അവസരം ഉപയോഗിച്ചു പ്രതിപക്ഷം. അപ്പോൾ അതാണ് പ്രതിപക്ഷം. വസ്തുത വെച്ചുകൊണ്ട് ഗവൺമെൻറ് എതിർക്കാൻ കഴിയും. എന്നാൽ ഗവൺമെൻറ് എതിർക്കുന്നില്ല. അതിന് നുണകളെയാണ് ആശ്രയിക്കുന്നത്. നല്ല തരത്തിൽ പ്രൊഫഷണൽ ഏജൻസികളെ വെച്ച് നുണ പടച്ചു വിടുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുറവുകളോ പോരായ്മകളോ അല്ല, നുണകളെ ആശ്രയിച്ചാണ് ഇപ്പോൾ ആ പ്രവർത്തനം നടക്കുന്നത്. പ്രതിപക്ഷത്തിന് വേണ്ടി പല തരത്തിലുള്ള ഇടപെടലുകൾ മറ്റു പല മേഖലയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. KJ തോമസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണം സജീവമായി. UDF-ലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF-ലെ K അനിൽകുമാറും NDA-യിലെ P അനിൽകുമാറും പരമാവധി വോട്ടർമാരെ കാണാനുള്ള ഓട്ടത്തിലാണ്. കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികൾ പ്രചരണ ചൂടിലേക്ക്. മീനമാസത്തിലെ കത്തുന്ന വെയിലിനെ അവഗണിച്ചാണ് സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റം. പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ പ്രചരണം ഊർജിതമാക്കി. നിയോജക മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി. ഇപ്പോൾ പഞ്ചായത്ത് ബൂത്ത് തല കൺവെൻഷനുകൾ നടന്നുവരികയാണ്. ഇതിനിടയിൽ ഇന്നും നാളെയുമായി സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥനയുമായി പ്രവർത്തകർ ആദ്യഘട്ട ഭവന സന്ദർശനവും ആരംഭിക്കും. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പരമാവധി പോയിന്റുകളിൽ സ്ഥാനാർത്ഥിയെ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഷോ, റാലി, സ്ക്വാഡ് വർക്ക് എന്നിവ വിവിധ മണ്ഡലങ്ങളിൽ നടന്നുവരികയാണ്. ബൂത്ത് തലങ്ങളിൽ കുടുംബയോഗങ്ങളും വനിതകളുടെയും യുവജനങ്ങളുടെയും സ്ക്വാഡുകൾ എന്നിവരും പ്രചരണത്തിൽ സജീവമാണ്. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF സ്ഥാനാർത്ഥി K അനിൽകുമാറും NDA സ്ഥാനാർത്ഥി P അനിൽകുമാറും പ്രചരണ രംഗത്ത് സജീവമായി. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ് 3 പേരും. ആവേശത്തോടുകൂടിയാണ് സ്ഥാനാർത്ഥികളെ പ്രവർത്തകർ ഓരോ സ്ഥലങ്ങളിലും വരവേൽക്കുന്നത്. കോട്ടയം മണ്ഡലത്തിലെ വികസന പ്രവർത്തനം എണ്ണിപ്പറഞ്ഞാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് തേടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാവങ്ങളുടെ ആവശ്യങ്ങൾ പുച്ഛിച്ച് അവഗണിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നതെന്ന് ആന്റോ ആന്റണി MP. കാഞ്ഞിരപ്പള്ളി മണ്ഡലം UDF സ്ഥാനാർത്ഥി റോണി കെ ബേബിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൊൻകുന്നത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആന്റോ ആന്റണി. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി റോണി കെ ബേബിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൊൻകുന്നത്ത് നടന്നു. ആന്റോ ആന്റണി MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ CPM ഉയർത്തിപ്പിടിച്ചിരുന്ന ആശയങ്ങളെ നെഞ്ചോട് ചേർത്തിരുന്ന പ്രവർത്തകർ ആ പാർട്ടി വിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതെന്ന് ആന്റോ ആന്റണി പറഞ്ഞു. ആരോഗ്യമേഖല പൂർണ്ണമായി തകർന്നിരിക്കുന്നു. കാപ്പ കേസിലെ പ്രതിയെ മന്ത്രി മാലയിട്ട് സ്വീകരിക്കുന്ന നാടായി കേരളം അധപതിച്ചെന്നും ആന്റോ ആന്റണി കൂട്ടിച്ചേർത്തു. കാപ്പ കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിക്കുന്നത് കേരളം ഞെട്ടലോടെയാണ് നോക്കി നിന്നത്. നിരവധി കേസുകളിൽ പ്രതിയായി, കാപ്പ കേസിൽ പ്രതിയായ ഒരു ക്രിമിനലിനെ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി മാലയിട്ട് സ്വീകരിക്കുന്നതും ആ മാലയിട്ട് പാർട്ടിയിൽ അംഗത്വമായതിനു ശേഷം ആ മേഖലയിലെല്ലാം അഴിഞ്ഞാടി നിരവധിയായ കുറ്റകൃത്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. UDF നിയോജക മണ്ഡലം ചെയർമാൻ CV തോമസ് കുട്ടി അധ്യക്ഷനായി. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ് വാഴക്കൻ, PA സലീം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, PA ഷമീർ, ഷിൻസ് പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. താൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്നും മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒപ്പമുണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥി പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ ഈ കഠിനാധ്വാനം ഞാനൊരു ജനപ്രതിയെ തെരഞ്ഞെടുത്താൽ ഒരു കാലത്തും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ, എന്നെ വിജയിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ശിരസ് കുനിക്കേണ്ടി വരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് പോരാടാം, ഒറ്റക്കെട്ടായി നമുക്ക് പോരാടാം. ഈ CPM ദുർഭരണത്തിനെതിരെ, പിണറായി വിജയനെതിരെ നമുക്ക് ഐക്യജനാധിപത്യത്തിലുള്ള രാഷ്ട്രീയമായി നമുക്ക് മുന്നേറാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ജയിക്കും, നമ്മൾ മാത്രമേ ജയിക്കുള്ളൂ. ജയ് UDF. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചാണ്ടി ഉമ്മന്റെ പാമ്പാടി മണ്ഡലത്തിലെ പര്യടനം നടന്നു. പാമ്പാടി പത്താഴക്കുഴിയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. പുതുപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ പാമ്പാടി മണ്ഡലത്തിൽ പര്യടനം നടത്തി. പിതാവ് ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പുകളിൽ പര്യടനം ആരംഭിച്ചിരുന്ന പാമ്പാടിയിലെ പത്താഴക്കുഴിയിൽ നിന്നാണ് ചാണ്ടി ഉമ്മനും പര്യടനം തുടങ്ങിയത്. ഇല്ലിവളവ്, അണ്ണാടിവയൽ, പരിയാത്ത്, ഗ്രാമറ്റം, ലക്ഷം വീട്, പുറക്കുളം, കുന്നേൽപേടിക തുടങ്ങി 32ലധികം കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. എല്ലാ കേന്ദ്രങ്ങളിലും നിറയെ വോട്ടർമാർ കാത്തുനിന്നു. വീട്ടമ്മമാരോട് കുശലം പറഞ്ഞും കുട്ടികളെ ലാളിച്ചും അവരിലൊരാളായി മാറി ചാണ്ടി ഉമ്മൻ. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.
ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് റോണി നെടുമ്പുള്ളി പാലായിൽ പോരാട്ടത്തിന്. അഴിമതിയില്ലാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് റോണി പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും യുവ അഭിഭാഷകനുമായ റോണി നെടുമ്പള്ളി പാലായിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുന്നു. യുവ അഭിഭാഷകർക്കിടയിലെ ഏറ്റവും ജനകീയനും പൊതുപ്രവർത്തന രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങളുടെ മാതൃകയുമായ റോണി പാല രാമപുരം സ്വദേശിയാണ്. പാല സെന്റ് തോമസ് കോളേജിൽ നിന്നും ബികോം, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിൽ നിന്നും LLBയും മികച്ച മാർക്കോടെ പാസ്സായ അദ്ദേഹം അഭിഭാഷകനായി പ്രാക്ടീസ് നടത്തുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പാല ബാർ അസോസിയേഷനിൽ ഏപ്രിൽ 1 ചുമതല ഏറ്റെടുക്കുന്ന പുതിയ ഭരണസമിതിയിൽ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പാല നിയമസഭാ നിയോജക മണ്ഡലം ട്രഷററായും കോട്ടയം ജില്ലാ യൂത്ത് ലീഗൽ വിങ്ങുകളുടെ ട്രഷററായും പാർട്ടിയുടെ കോട്ടയം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു. അഴിമതിയില്ലാത്ത കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഡൽഹി, പഞ്ചാബ് മോഡലിൽ പരിഹാരമുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും യുവാക്കളുടെയും സ്ത്രീകളുടെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും യഥാർത്ഥ ശബ്ദമായി പാല നിയോജക മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അഡ്വക്കേറ്റ് റോണി നെടുമ്പള്ളി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളിയെ ഇളക്കിമറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിദാരിദ്ര്യമുക്തമായി മാറിയ നാടാണ് നമ്മുടേതെന്ന് മുഖ്യമന്ത്രി. ഡോക്ടർ എൻ ജയരാജിനെയും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥന. ചാണ്ടി ഉമ്മന്റെ പാമ്പാടി മണ്ഡലത്തിലെ പര്യടനം നടന്നു. പര്യടനം തുടങ്ങിയത് ഉമ്മൻചാണ്ടി പര്യടനം തുടങ്ങിയിരുന്ന പത്താഴക്കുഴിയിൽ നിന്ന്. കുശലം പറഞ്ഞ നാട്ടുകാരനായി ചാണ്ടി ഉമ്മൻ. കോട്ടയത്ത് പ്രചരണ രംഗം ചൂടുപിടിച്ചു. 3 മുന്നണി സ്ഥാനാർത്ഥികളും തിരക്കിട്ട പ്രചരണത്തിൽ. പാവങ്ങളുടെ ആവശ്യങ്ങൾ പുച്ഛിച്ച സർക്കാരാണ് കേരളം ഭരിച്ചതെന്ന് ആന്റണി MP. കാപ്പ കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിക്കുന്ന നാടായി കേരളം മാറി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.